ഓം ശാന്തി. നമ്മുടെ ബന്ധങ്ങളെ സുഖപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മരുന്ന് എന്താണെന്നറിയോ? ഒറ്റമൂലി സ്നേഹം. സ്നേഹത്തിൻ്റെ ശക്തി കൊണ്ട്, ആ മായാജാലം കൊണ്ട്, മന്ത്രം കൊണ്ട് സുഖപ്പെടുത്താൻ പറ്റാത്ത ഒരു ബന്ധങ്ങളും ഈ ലോകത്തില്ല. ത്യാഗവും തപസ്സും കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താമെങ്കിൽ സ്നേഹവും ത്യാഗവും കൊണ്ട് ഏതൊരു മനുഷ്യനെയും സന്തോഷിപ്പിക്കാനും ഏതൊരു ബന്ധവും നന്നാക്കിയെടുക്കാനും നമുക്ക് സാധിക്കും. പക്ഷേ ഒരു കാര്യം മാത്രം, സ്നേഹം കണ്ടീഷണൽ ആവരുത്. ഈ കാര്യം അവരെനിക്ക് ചെയ്തു തന്നാൽ അവരെൻ്റെ ആള്, ഇവരെനിക്ക് തരുമെങ്കിൽ ഞാൻ അവരെ സ്നേഹിക്കാം. ഇങ്ങനെ കണ്ടീഷണൽ ആവുന്നതോടുകൂടി ഞാൻ കൊടുക്കുക എന്നതിനേക്കാൾ ഉപരി എടുക്കുക എന്നൊരു ഫീലിംഗ് ആണ് നമ്മുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ സ്നേഹിക്കണം, എന്നെ നോക്കണം, എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന വിചാരധാരയിൽ പോകുന്ന മനുഷ്യന്മാര് അധികം വൈകാതെ രോഗികളായിട്ട് മാറുന്നതാണ് ഞാൻ കാണുന്നത്. എന്താ കാരണം എന്നറിയോ? നമുക്ക് എനിക്ക് കിട്ടണം 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 എന്ന് ഏത് കാര്യത്തെക്കുറിച്ച് വിചാരിക്കുന്നു അവിടെയൊക്കെ തന്നെ നമ്മുടെ വൈബ്രേഷൻ വരുന്നത് എനിക്കത് ഇല്ല 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 എന്നതാണ്. അതുകൊണ്ട് ഇല്ല 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 എന്ന വൈബ്രേഷൻ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരെ നമ്മളിൽ നിന്ന് അകറ്റുകയുള്ളൂ, നമ്മളിലേക്ക് ഒരിക്കലും അടുപ്പിക്കില്ല. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം ആവണം എന്നാണ്. പക്ഷേ ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് കെയറിങ് തരുന്നില്ല, എനിക്ക് സ്നേഹം തരുന്നില്ല എന്ന് ഫീൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഉപബോധ മനസ്സുണ്ടാക്കുന്ന ഒരു കളിയാണ് ശരീരത്തിൽ പലയിടത്തും രോഗങ്ങളായിട്ട് അത് പ്രതിഫലിക്കാൻ തുടങ്ങും. രോഗം വരുമ്പോൾ സഹതാപം എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നും വരും. രോഗി എന്ന ഒരു കൺസിഡറേഷനിൽ അവരെ എല്ലാവരും സഹായിക്കാൻ തുടങ്ങും, അവരുടെ അനുകമ്പ കാണിക്കാൻ തുടങ്ങും, ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പോൾ ഉപബോധ മനസ്സ് പറയും, ഇപ്പം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, നല്ലതാണ്, വയ്യാന്താവുന്നതാണ് നല്ലത്. അങ്ങനെ പല ആളുകളിലും ഞാൻ കാണുന്നൊരു പ്രവണതയാണ്. ചിലപ്പോൾ നെഞ്ചുവേദന, കൈവേദന, കാലുവേദന, കഴുത്ത് വേദന. എന്നാൽ ഡോക്ടർമാർ നോക്കിയാൽ പറയും ഒരു അസുഖവും ഇല്ല, പ്രത്യേകിച്ച് അങ്ങനെ പറയത്തക്ക രോഗങ്ങളൊന്നും കാണൂല്ല. എന്നാൽ അവർ ഇത് പറയുമ്പോൾ വിചാരിക്കും അവർ അഭിനയിക്കുകയാണോ എന്ന്. അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ആക്ച്വൽ അവരുടെ മനസ്സിൻ്റെ ഭാവം കൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ അത്തരത്തിൽ വേദന അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ട് സ്നേഹം എന്ന ചക്രം കൊണ്ട് നമുക്ക് നമ്മളെയും സുഖപ്പെടുത്താം, ലോകത്തെല്ലാവരെയും സുഖപ്പെടുത്താം. അതിനൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ സ്നേഹം കൊടുക്കാനാണ്, എല്ലാവരും സ്നേഹം എടുക്കാനല്ല. കാരണം സ്വയം ഈശ്വരൻ എല്ലാ ജീവാത്മാക്കളെയും സ്വന്തമാണ്. സ്നേഹസാഗരനായിരിക്കുന്ന ഭഗവാൻ നമ്മുടെ സ്വന്തമായത് കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും നമ്മുടെ സ്വന്തമാണ്. അതുകൊണ്ട് സ്നേഹസാഗരനായ ഭഗവാന്റെ സ്നേഹത്തെ നമ്മുടെ ഉള്ളിലേക്ക് മെഡിറ്റേഷനിൽ എടുക്കുക. നമ്മുടെ ഹൃദയചക്രം ആ സ്നേഹം കൊണ്ട് നിറയുന്നതായിട്ട് എങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുക? അത്രയും കൂടുതൽ സ്നേഹം നിറയുമ്പോൾ നമ്മുടെ ഹൃദയമൊക്കെ നിറഞ്ഞു തുളുമ്പുന്ന പോലെ തോന്നും, കണ്ണുകൾ നിറഞ്ഞൊഴുകിയേക്കും. അത്രയും ഡെപ്തിൽ ഭഗവാന്റെ സ്നേഹം ഫീൽ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഹൃദയചക്രം പച്ച വർണ്ണത്തിൽ നിറയുന്നതായിട്ട് ഫീൽ ചെയ്യുക. പതുക്കെ ഈ ശരീരത്തിൻ്റെ ആഭാമണ്ഡലം കൂടി ആ പച്ച വർണ്ണത്തിലായി കാണുക. നിങ്ങൾ നിന്നതായിട്ടുള്ള ആ സ്നേഹം ഈ പ്രപഞ്ചത്തിലേക്ക് മുഴുവൻ പ്രവഹിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. സസ്യലതാദികളും അതുപോലെ തന്നെ പക്ഷിമൃഗാദികളും ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവാത്മാക്കൾക്കും ഈശ്വരീയ സ്നേഹം പ്രവഹിപ്പിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. ഞാൻ മാസ്റ്റർ സ്നേഹസാഗരനാണ് എന്ന് ആ പച്ച പ്രഭാമണ്ഡലത്തിൽ നിൽക്കുന്നതായിട്ടുള്ള നിങ്ങൾ ഫീൽ ചെയ്യുക. ഇങ്ങനൊരു കാര്യം ചെയ്താൽ നമ്മുടെ അനാഹത ചക്രം പൂർണ്ണമായിട്ട് ആക്റ്റീവ് ആവും. പിന്നെ കഴിയുമെങ്കിൽ പ്രകൃതിയുടെ പച്ചപ്പിൽ ഒരു 10 മിനിറ്റ് സമയം ആ ഫ്രഷ് എയർ ശ്വസിക്കാൻ കൂടെ ശ്രമിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ നമ്മുടെ അനാഹത ചക്രത്തിനെ ആക്റ്റീവ് ആക്കിയാൽ വളരെ വേഗം നമ്മളറിയാത്ത രീതിയിൽ എല്ലാവരോടും നമുക്കൊരു സ്നേഹം തോന്നിപ്പോവും. എൻ്റെ അനുഭവം, ഏറ്റവും കൂടുതൽ ഭഗവാനെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിൽ അങ്ങ് അലിഞ്ഞ് ആസ്വദിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മുന്നിൽ വരുന്ന എല്ലാവരും എൻ്റെ സ്വന്തം തോന്നിപ്പോവും, എല്ലാവരും സ്നേഹിക്കാൻ തോന്നിപ്പോവും. ഒരു ചെറിയ ജീവിയെ കാണുമ്പോൾ അതിനെപ്പോലും സ്നേഹിക്കാൻ നമുക്ക് തോന്നിപ്പോവും. കാരണം സ്നേഹം നമ്മളിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്നൊരവസ്ഥ വരും. ആ അവസ്ഥയിൽ നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും തന്നെത്താൻ ഹീൽ ചെയ്യപ്പെടും. അതുകൊണ്ട് നമ്മുടെ അനാഹത ചക്രത്തെ ചാർജ് ചെയ്തുകൊണ്ട് ബന്ധങ്ങളെ സുഖപ്പെടുത്തി ഈ ജീവിതത്തിൻ്റെ സുഖം എന്തെന്ന് അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.